നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികൾ നമ്പർ 1 ആണെന്ന് ആരോഗ്യവകുപ്പ് അവകാശപ്പെടുമ്പോഴും അത്തരത്തിൽ നമ്മൾ ഇപ്പോൾ എല്ലാ കാലത്തും പറയുമ്പോഴും മിക്ക മന്ത്രിമാർക്കും പ്രിയം പക്ഷേ നമ്മുടെ സർക്കാർ ആശുപത്രികളല്ല, സ്വകാര്യ ആശുപത്രികളാണ്. സർക്കാർ ഖജനാവിൽ നിന്നും പണം മുടക്കിയാണ് മന്ത്രിമാർ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ നടത്തുന്നത്. ആ വിവരങ്ങളിലേക്ക്. പബ്ലിക് ഹെൽത്ത് കെയർ നടപ്പാക്കുമെന്നായിരുന്നു പ്രകടന പത്രികയിൽ LDF ജനങ്ങൾക്ക് നൽകിയിരുന്ന ഉറപ്പ്. എന്നാൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നെങ്കിലും പബ്ലിക് ഹെൽത്ത് കെയർ നടപ്പായില്ലെന്ന് മാത്രമല്ല, മന്ത്രിമാർ പോലും ചികിത്സയ്ക്കായി സർക്കാർ ആശുപത്രികളിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. അവരവരുടെ ആരോഗ്യത്തിന്റെ കാര്യമാണ്. അതുകൊണ്ട് മന്ത്രിമാരും കുടുംബാംഗങ്ങളും സർക്കാർ ആശുപത്രികളിൽ മാത്രമേ ചികിത്സിക്കാവൂ എന്ന് വാശി പിടിക്കാൻ കഴിയില്ല. പക്ഷേ സർക്കാർ ഖജനാവിൽ നിന്നും ചികിത്സാ ചെലവെടുക്കുമ്പോൾ നമ്പർ 1 ആയ സർക്കാർ ആശുപത്രികളിൽ മന്ത്രിമാർ ചികിത്സ നടത്താതെ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുന്നത് എന്തിനാണ്? ഇവിടെ പല ആശുപത്രികളിലും ഒന്നുമില്ലായിരുന്നല്ലോ. ഡോക്ടറില്ല, മരുന്നില്ല, നഴ്സില്ല, സ്റ്റാഫില്ല, ഇല്ല 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 എന്ന് പറയുന്ന നേരം വളരെ ദയനീയമായ അവസ്ഥയിൽ നമ്മുടെ ആശുപത്രികൾ ഇപ്പോഴോ. അതായത് കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ എല്ലാം തികഞ്ഞതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞു വരുന്നത്. എന്നിട്ടാണോ ആരോഗ്യവകുപ്പ് മന്ത്രി സിസ്റ്റത്തിൽ പ്രശ്നമുണ്ടെന്ന് പറയുന്നത്? കഴിഞ്ഞ 9 വർഷക്കാലം കേരളത്തിലെ ഈ സിസ്റ്റം നിയന്ത്രിക്കുന്നത് LDF സർക്കാരല്ലേ? തദ്ദേശ മന്ത്രി MB രാജേഷ് ചികിത്സയ്ക്കെത്തിയത് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലാണ്. വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടിയും ചികിത്സ നടത്തിയത് കൊച്ചിയിലെയും പാലക്കാട്ടെയും സ്വകാര്യ ആശുപത്രിയിൽ. പേരുകേട്ട സർക്കാർ ആശുപത്രികൾ തിരുവനന്തപുരത്തുണ്ടായിട്ടും മന്ത്രി V ശിവൻകുട്ടിയുടെ ചികിത്സ സ്വകാര്യ ആശുപത്രിയിൽ തന്നെ. ആരോഗ്യവകുപ്പ് അവകാശപ്പെടുന്നതനുസരിച്ചാണെങ്കിൽ ഇവരുടെ ചികിത്സയ്ക്കുള്ള എല്ലാ ആധുനിക സംവിധാനങ്ങളും നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ ലഭ്യമാണ്. സമ്പന്നർക്ക് പോലും സർക്കാർ ആശുപത്രിയിൽ പോകാനാണ് താല്പര്യമെന്ന് മുൻപ് മുഖ്യമന്ത്രി പറഞ്ഞത് ഓർമ്മയില്ലേ? കേരളത്തിലെ ഒരു വലിയ സമ്പന്നന്മാരുടെ കൂട്ടത്തിലുള്ള ഒരാള് ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുക. അദ്ദേഹം പറഞ്ഞു, എന്തൊരു മാറ്റാണ് നമ്മുടെ ആശുപത്രികളിൽ. ഞാനൊക്കെ അവിടെ പോയി ചികിത്സിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. പക്ഷെ ഞാൻ പോയാൽ ആളുകൾ പറയും, ഇയാളെന്തൊരു പിശുക്കനാണ്, അതുകൊണ്ടാണ് ഞാൻ പോകാതിരിക്കുന്നത്. പക്ഷെ എന്തൊരു സൗകര്യമാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളടക്കം കൊതിച്ചു പോവുകയാണ് അവിടെ പോകാൻ. സർക്കാർ ആശുപത്രികളിൽ ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന മന്ത്രിമാർ പിന്നെന്തിനാണ് കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുന്നുവെന്നാണ് പ്രതിപക്ഷവും ചോദിക്കുന്നത്. എനിക്കൊരു കാലിനൊരു ഒടിവ് പറ്റിയിട്ട് ഞാൻ പോയ പ്രൈവറ്റ് ആശുപത്രിയിലെ അച്യുതാനന്ദനും കിടക്കുന്നത്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും നല്ല ആശുപത്രികൾ മെഡിക്കൽ കോളേജോ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളാണെങ്കിൽ അച്യുതാനന്ദൻ ഞാൻ അവിടെയല്ലേ പോകേണ്ടത്. എനിക്ക് മുഴുവൻ സുഹൃത്തുക്കളാണ്. പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ തിരക്ക്, നിന്നിരിയാനിടമില്ല, പാവപ്പെട്ടവരുടെ അവസരം നമ്മൾ ഒഴിവാക്കും, ടോയ്ലറ്റുകളിൽ പോകാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്. മന്ത്രി R ബിന്ദു, മുൻമന്ത്രി ആന്റണി രാജുവും ചികിത്സ തേടിയത് സ്വകാര്യ ആശുപത്രികളിൽ തന്നെ. പൗരന്മാരുടെ ആരോഗ്യനില നിരന്തരമായി മോണിറ്റർ ചെയ്യുന്ന വികേന്ദ്രീകൃത ജനപങ്കാളിത്ത സംവിധാനം ഏർപ്പെടുത്തുമെന്ന് അവകാശപ്പെടുന്ന ആരോഗ്യവകുപ്പ് സ്വന്തം മന്ത്രിസഭാംഗങ്ങളുടെ ആരോഗ്യനില മോണിറ്റർ ചെയ്യാനെങ്കിലും സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കേണ്ടതല്ലേ? ഖജനാവിൽ നിന്ന് കോടികൾ ചെലവഴിച്ചാണ് ഈ ചികിത്സയൊക്കെ എന്ന് ഓർക്കണം. മന്ത്രിമാർ സ്വകാര്യ ആശുപത്രികളിലും പ്രജകൾ ഇടിഞ്ഞു വീഴാറായ സർക്കാർ ആശുപത്രികളിലും പോകണമെന്ന് പറയുന്നതല്ല പബ്ലിക് ഹെൽത്ത് കെയർ. TS ഹരികൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. തിരുവനന്തപുരങ്ങളുമായി AK സ്റ്റെഫിൻ നമുക്കൊപ്പം ചേർന്ന്. സ്റ്റെഫിൻ, ഹരി ഈ വിവരങ്ങളൊക്കെ വിശദീകരിക്കുന്നതിനൊപ്പം മുഖ്യമന്ത്രി 2 പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ കൂടി നമ്മൾ കേട്ടതാണ്. ആശുപത്രികളിൽ മരുന്നില്ല, ഡോക്ടർമാരില്ല, ആവശ്യത്തിന് സ്റ്റാഫില്ല, ഇല്ല 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 എന്നതാണ് കഴിഞ്ഞ കാലങ്ങളിൽ കേട്ടത്. പക്ഷേ ഇപ്പോൾ എല്ലാം ഉണ്ട് എന്ന് അദ്ദേഹം അവകാശപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് മന്ത്രിമാർ ഈ സർക്കാർ ആശുപത്രികളിൽ പോകാത്തത്? രതീഷ്, അതോടൊപ്പം മുഖ്യമന്ത്രി പറഞ്ഞ അവസാനത്തെ ഒരു വാക്കുണ്ട്, അതായത് കൊതിയാകുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് അത്ര കൊതിയൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞകാല ദിവസങ്ങളിലെല്ലാം വന്ന ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. കാരണം പൊളിഞ്ഞു വീഴാറായ ആശുപത്രി കോട്ടയത്ത്, അതോടൊപ്പം തന്നെ ഈ നാമാൽത്തേൻ പറമ്പിലെ ഒരു വാർത്ത ഉണ്ടായിരുന്നു, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എങ്ങനെയാണ് രോഗികളെ അടുക്കി ഇട്ടിരിക്കുന്നത് എന്നുള്ളത്. ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ യാതൊരു കാരണവശാലും ആർക്കും ചെന്ന് കയറാൻ തക്കവണ്ണം ആരും കൊതിക്കുമെന്ന് തോന്നുന്നില്ല. അവരുടെ എല്ലാം ഒരു നിർഭാഗ്യം കൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് സ്വകാര്യ ആശുപത്രിയെ സമീപിക്കാൻ കഴിയാത്തതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ആ ആശുപത്രികളിലെല്ലാം തന്നെ പോകുന്നത്. അങ്ങനെയെങ്കിൽ ഇത്രയധികം വലിയ നമ്പർ 1 ആണ് കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലെങ്കിൽ എന്തുകൊണ്ട് മന്ത്രിമാർ അവിടെ പോകുന്നില്ല, അല്ലെങ്കിൽ മന്ത്രിമാർ അടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകൾ അവിടെ പോകുന്നില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട ചോദ്യം. അതിന് ഒരു യാഥാർത്ഥ്യപരമായിട്ട് ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. അവിടെ അടിസ്ഥാനപരമായിട്ടുള്ള പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. നേരത്തെ ഡോക്ടർ SS ലാൽ തന്നെ ആ വാർത്തയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അടിസ്ഥാനപരമായ
സൗകര്യങ്ങളുടെ കുറവുണ്ട്, ഉപകരണങ്ങളില്ലാത്ത അവസ്ഥയുണ്ട്. അതെല്ലാം തന്നെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ മാത്രമേ ആരോഗ്യരംഗത്തെ കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയുകയുള്ളൂ. എത്ര നമ്പർ 1 എന്ന് മേനി നടിച്ചാലും ഇതൊക്കെയാണ് യാഥാർത്ഥ്യം. അത് മാറുന്നതിന് വേണ്ടി ഒരു തിരുത്തലാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ഇപ്പോൾ ഇവിടെ പറയുന്നത് ഒരു വിദഗ്ധ ചികിത്സയ്ക്ക് മറ്റ് കേരളത്തിന് പുറത്തോ അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്തോ പോകുന്നതിനെ പറ്റിയൊന്നും അല്ല നമ്മൾ വിമർശനാത്മകമായി കാണുന്നത്. അടിസ്ഥാനപരമായി അടിസ്ഥാന ജനവിഭാഗം ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികളിൽ ഏറ്റവും പരിമിതമായ ആരോഗ്യ സംവിധാനങ്ങൾ പോലും ഇല്ല എന്നുള്ളതാണ് വലിയ ഗുരുതരമായ വീഴ്ച. വലിയ ആരോഗ്യ സംവിധാനം ഉണ്ടെങ്കിൽ വിദഗ്ധരായ ഡോക്ടർമാരാണ് അവിടെ ഉള്ളത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഡോക്ടർമാരുടെ മികവിനെ കുറിച്ചൊന്നും സർക്കാർ മേഖലയിൽ ആരെയും നമ്മൾ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യവുമില്ല. പക്ഷേ മന്ത്രിമാർ പോലും അവിടെ സമയത്ത് ചികിത്സ കിട്ടില്ല, അല്ലെങ്കിൽ അതിനുള്ള സൗകര്യമില്ല, ബുദ്ധിമുട്ടാണ് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് സർക്കാർ ഖജനാവിലെ പണം ഉപയോഗിച്ചാണ് സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകുന്നത് എന്ന യാഥാർത്ഥ്യം നിൽക്കുകയാണ്. ഇപ്പോൾ സ്റ്റെഫിൻ പറഞ്ഞ പോലെ തന്നെ മുഖ്യമന്ത്രി വിദേശത്താണ് ഇപ്പോൾ ചികിത്സയ്ക്ക് പോയിരിക്കുന്നത്. മുഖ്യമന്ത്രി വിദേശ രാജ്യങ്ങളിൽ ചികിത്സ തേടുന്നതിനെ ന്യായീകരിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ. CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ പ്രതികരണം ഇന്ന് വന്നാണ്. ഏറ്റവും മികച്ച ചികിത്സ തേടാനാണ് എല്ലാവരും ശീലിച്ചിരിക്കുന്നത് എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. വിദേശത്ത് നിന്ന് കേരളത്തിലേക്കും ആളുകൾ വരാറുണ്ടല്ലോ എന്ന് ചോദിക്കുന്നു MA ബേബി. ഗവൺമെൻറ് ആശുപത്രികളെ രോഗികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന സംസ്ഥാനം ഏതാണ് എന്ന് പരിശോധിച്ചാൽ അത് കേരളമാണ്. കേരളത്തിലെ ആരോഗ്യ മേഖല ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് വളരെ മികച്ചതാണെന്ന് പറയുമ്പോഴും കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ആത്മാർത്ഥമായിട്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ശ്രമിക്കുന്നത്. മോസ്റ്റ് അഡ്വാൻസ്ഡ് കൺട്രി, ഏറ്റവും വികസിച്ച രാജ്യങ്ങളെന്ന് പറയുന്നില്ലേ, അവിടെ നിന്നുള്ള എത്രയോ പേര് കേരളത്തിൽ ചികിത്സയ്ക്ക് വരും. ഇതിൽ ഏതെങ്കിലും ഒന്നിനെ എടുത്ത് പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അവസ്ഥ എന്താണ് എന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ മാതൃഭൂമി ന്യൂസ് അന്വേഷണാത്മകമായി അവിടുത്തെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് വ്യക്തമാക്കിയതാണ്. അവിടുത്തെ ഡോക്ടർ തന്നെ, യൂറോളജി വിഭാഗത്തിന്റെ മേധാവി തന്നെ ആ പരിമിതിയെക്കുറിച്ച് പരസ്യമായി പറയേണ്ടി വന്നു. പിന്നീട് ഇടപെടലുണ്ടാകുന്നത്, വേഗത്തിൽ ചുവപ്പുനാടയൊക്കെ അഴിഞ്ഞ് ഇടപെടലുണ്ടാകുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നും രോഗികൾ അനുഭവിക്കുന്ന വലിയ ഗതികേടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. അവശരായ രോഗികൾക്ക് പോലും ചികിത്സ നൽകുന്നത് തറയിൽ കിടത്തിയാണ് എന്നാണ് ദുരവസ്ഥ. 2-3 രോഗികൾ ഒരേ ബെഡിൽ കിടക്കേണ്ട അവസ്ഥ പോലുമുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. വൃദ്ധയായ രോഗിക്ക് തറയിലിരുത്തി മരുന്ന് നൽകുന്ന അടക്കമുള്ള ദൃശ്യങ്ങൾ കൂടുതലായി മാതൃഭൂമി ന്യൂസ് ഇന്ന് പുറത്തുവിട്ടു. നമ്പർ 1 ആരോഗ്യ കേരളത്തിന്റെ അഭിമാന സ്തംഭമായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, സർക്കാരിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സെന്റർ ഓഫ് എക്സലൻസ് അഥവാ മികവിന്റെ കേന്ദ്രം. അമേരിക്കയിലെ മയോ ക്ലിനിക്കിലോ ഏതെങ്കിലും സ്വകാര്യ ആശുപത്രിയിലോ ചികിത്സ തേടാൻ വകയില്ലാത്തവർ വരുന്ന സ്ഥലമാണ്. അവരുടെ അവസ്ഥ പരിതാപകരം. അവശയായി തറയിൽ കിടക്കുന്ന വൃദ്ധയായ രോഗിക്ക് മരുന്ന് നൽകുന്നത് കാണാം. ഏതെങ്കിലും ഒരു വാർഡിലെ മാത്രം സ്ഥിതിയല്ല, സർജറി വാർഡിൽ പോലും അതീവ ഗുരുതരമാണ് അവസ്ഥ. സർക്കാർ ആശുപത്രികൾക്ക് മുന്നിലേക്ക് ആഡംബര വാഹനങ്ങൾ വന്നു തുടങ്ങിയത്രേ. അതായത് പണക്കാർ പോലും ചികിത്സ തേടി സർക്കാർ ആശുപത്രികളിലേക്ക് എത്തുന്നു എന്ന്. അത്രയ്ക്ക് മെച്ചപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ആരോഗ്യ സംവിധാനമെന്ന്. എന്തായാലും നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ബെഡുകളിൽ കൂട്ടിയിട്ടിരിക്കുന്നവരിൽ ആരെങ്കിലുമോ, ആ തറയിൽ കിടക്കുന്ന ആരെങ്കിലുമോ ബെൻസ് കാറിലോ BMW ഇവിടേക്ക് വന്നവരല്ല. നമ്പർ 1 എന്ന് പറഞ്ഞ് കണ്ണ് മഞ്ഞളിച്ചിരിക്കുന്നവർ ഇടയ്ക്കിടയ്ക്ക് അത് പറഞ്ഞോളൂ. പക്ഷേ ഈ പാവപ്പെട്ടവരെ കൂടി കാണണം. വലിയ ഗതികേടിലാണ്, കഷ്ടമാണ്. എന്തെങ്കിലും ഒന്ന് ചെയ്യണം. നെല്ലേപുരത്തിനൊപ്പം അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ദുരവസ്ഥയുടെ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടത്. നമ്മുടെ മിക്ക സർക്കാർ ആശുപത്രികളിലെയും സ്ഥിതി ഇതാണ്. മികച്ച ഡോക്ടർമാരുണ്ട്, പലയിടത്തും വലിയ ചികിത്സാ സംവിധാനങ്ങളുണ്ട്. പക്ഷേ ആളുകളെ ഉൾക്കൊള്ളാൻ ഒരു പരിമിതിയുണ്ട്. ആ പരിമിതിക്കും 10 ഇരട്ടിയൊക്കെ ആളുകളാണ് ആശുപത്രികളിലേക്ക് എത്തുന്നത്. അതിനനുസരിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, പഴയ പഴഞ്ചൻ ഇടിഞ്ഞു വീഴാറായ കെട്ടിടങ്ങൾ ഉൾപ്പെടെ ആളുകളെ ചികിത്സയ്ക്ക് ഇപ്പോഴും വിധേയമാക്കുന്ന ദുരവസ്ഥയാണ്. അമൽ തേനമ്പറമ്പിൽ നമുക്കൊപ്പമുണ്ട്. അമൽ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ദൃശ്യങ്ങളാണ് കണ്ടത്. എങ്ങനെ പരിഹരിക്കപ്പെടും എന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു വ്യക്തതയുണ്ടോ? ഏതെങ്കിലും കാലത്ത് പരിഹരിക്കപ്പെടുന്ന പ്രതിസന്ധിയാണോ അവിടെ കാണുന്നത്?
രതീഷ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 700 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ആരോഗ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ വികസന പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ള അവകാശവാദത്തെ പൂർണ്ണമായും നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷേ ഇത്രയും അധികം തുകയൊക്കെ മുടക്കിയിട്ടുണ്ടെങ്കിൽ ഈ പാവപ്പെട്ട ആളുകളുടെ പ്രശ്നം പരിഹരിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൂടെ എന്നുള്ളതാണ് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ദൃശ്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഈ ഇവിടേക്ക് വന്നിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകും. അല്ല എങ്കിൽ ഈ നമ്മൾ ചാനലുകളിൽ കാണിക്കുന്ന ദൃശ്യം എന്ന് പറയുന്നത് അതിൻ്റെ പുറത്തെ ഒരു ബിൽഡിങ്ങിൻ്റെ ദൃശ്യമാണ്. അത് കാണുമ്പോൾ നാട്ടുകാർക്ക് തോന്നും, അയ്യോ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സംവിധാനമാണല്ലോ, നമ്മുടെയൊക്കെ നാട്ടിലെ ആശുപത്രികളൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി മെച്ചമാണല്ലോ എന്നൊക്കെ ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ അകത്തേക്ക് കയറുമ്പോൾ സ്ഥിതി അതല്ല. അതിനകത്ത് ഈ വാർഡുകളിലൊക്കെ ചികിത്സയിൽ കിടന്നിട്ടുള്ള ആരും അത് പറയുകയുമില്ല. തറയിലൊക്കെ കിടക്കേണ്ടി വരുന്ന പരിതാപകരമായ അവസ്ഥയിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മുന്നോട്ട് പോകുന്നത്. ഈ മന്ത്രിമാരെയൊക്കെ പോലെ ഈ സ്വകാര്യ ആശുപത്രികളിലൊന്നും ചികിത്സ തേടാൻ പണമില്ലാത്ത സാധാരണക്കാരാണ്. അപ്പോൾ അവർ ഇത് സഹിച്ച് അവിടെ കിടക്കുകയാണ്. കാരണം മറ്റു ഓപ്ഷനില്ല, എന്ത് ചെയ്യാൻ കഴിയും? അപ്പോൾ അങ്ങനെയാണ് അവിടെ കിടക്കേണ്ടി വരുന്ന അവസ്ഥയുള്ളത്. ഇവിടുത്തെ മാത്രം കാര്യമാണെന്നല്ല പറയുന്നത്. പക്ഷേ മറ്റാശുപത്രികളുമായി താരതമ്യം ചെയ്യുമ്പോൾ തിരുവനന്തപുരം ആശുപത്രിക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്, എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ആശുപത്രിയുടെ ദൃശ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കണ്ടിട്ടുള്ളത് ആ കെട്ടിടത്തിൻ്റെ ദൃശ്യം മാത്രമാണ്. കാരണം അതിനകത്തേക്ക് കയറി ദൃശ്യങ്ങൾ ചിത്രീകരിക്കാനോ ഇത്തരത്തിൽ ഈ പാവപ്പെട്ട ആളുകളുടെ പ്രശ്നങ്ങൾ സർക്കാരിന് മുന്നിലേക്ക് അവതരിപ്പിക്കാനോ ജനങ്ങൾക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കാനോ ഉള്ള ഒരു അവകാശം നമുക്കില്ല. അത് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ സെക്യൂരിറ്റി സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് അകത്ത് ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നത് പൂർണ്ണമായും തടഞ്ഞിരിക്കുന്നു. അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒന്നും തള്ളും ബഹളവുമാകുന്ന അവസ്ഥയാണ്. അതിനാൽ തന്നെ മാധ്യമപ്രവർത്തകർ പോലും അതിനകത്തേക്ക് കയറി പ്രശ്നങ്ങളൊന്നും അഡ്രസ്സ് ചെയ്യാൻ പോകാറില്ല. കാരണം ഇവർ നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ് സെക്യൂരിറ്റിക്കാരുമായി ബന്ധപ്പെട്ട്. അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായാലും കുഴപ്പമില്ല എന്ന് കരുതിയാണ് നമ്മളെന്തായാലും ഇന്ന് അതിനകത്തേക്ക് കയറിയത്. കാരണം പല ആളുകളും വിളിച്ച് പരിതാപകരമായ അവസ്ഥ പറയുമ്പോൾ അത് കാണാതിരിക്കാൻ കഴിയില്ലാത്തതിനാൽ തന്നെ നമ്മൾ അകത്ത് കയറി ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു. എന്തായാലും അത് കാണിച്ചു കൊടുത്തിട്ടുമുണ്ട്. ഇനിയിപ്പോൾ ആരോഗ്യമന്ത്രിയൊക്കെ ഈ പറയുന്ന വാർഡുകളിലൊന്നും നേരിട്ട് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നപരിഹാരത്തിന് എന്തെങ്കിലും നടപടി ഉണ്ടായേനെ. ഇതിപ്പോൾ കൃത്യമായ ദൃശ്യങ്ങൾ നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറയരുത്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുക എന്ന് മാത്രം. എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ചെയ്യുക. അത് എത്ര കാലം എടുക്കുമെന്നതാണ് സാധാരണ ജനങ്ങളെ സംബന്ധിച്ച്, പൊതുജന ആരോഗ്യത്തെ വിശ്വസിക്കുന്ന മന്ത്രിമാരല്ല, മറ്റ് സാധാരണ ജനത്തെ സംബന്ധിച്ച്, നമ്മളടക്കമുള്ള എല്ലാവരെയും സംബന്ധിച്ച്, സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഏറ്റവും വളരെ നല്ല വാർത്തയെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അവിടെ പ്രശ്നപരിഹാരത്തിനുള്ള ഇടപെടൽ ഉണ്ടാകുന്നു എന്നതാണ്.